ഞാനില്ലേ ഇവിടെ രണ്ടാൾ പഠിക്കാനിരിക്കുന്നുണ്ടായിനി. എന്നിട്ട് ഞാൻ ഭക്ഷണമായിട്ട് ഇവരെ കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണേ. വിളിക്കാൻ വരുമ്പോഴത്തേക്ക് നോക്കിയേ പഠിക്കാനിരിക്കുന്ന ടീപ്പോയി എല്ലാം മറച്ചു വെച്ചിട്ട് ഇവിടെ എന്തോ കളിക്കുന്നുണ്ട്. മേതൂട്ടി മേതൂട്ടി മേതു ഉറങ്ങി എന്നാ ഇത് പരിപാടി? ഞാൻ ഈച്ചിന്റെ വീട്ടിൽ നിന്ന് ടെന്റ് കണ്ടു. എനിക്ക് ഞാൻ അമ്മയോട് ഒന്നും മേടിച്ചതാണ് എനിക്ക് ഒന്നും മേടിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇത് ടെന്റാക്കി വെച്ച് അമ്മമ്മ ടെന്റാക്കി തന്നു. അപ്പൊ ഇതിപ്പോ പുതിയ ടെന്റാ? അമ്മമ്മയാണ് ടെന്റാക്കി കൊടുത്തേ. പഠിക്കാനിരിക്കുന്ന ടീപ്പോയി ടീപ്പോയി മറച്ചു വെച്ചു കൊടുത്തു. ഞാൻ അന്നേരം തലാണി എടുത്തുകൊണ്ട് വന്നു, പൊറപ്പ് എടുത്തുകൊണ്ട് വന്നു, വിൽക്കാൻ്റെ സാധനം എടുത്തുകൊണ്ട് വന്നു. എല്ലാം ഞാൻ മടക്കി നല്ല ലെവലാക്കി കൊടുത്തു. നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ടെന്റ് ഒന്നും വേണ്ട, ഇതിൽ കിടന്നൂടെ? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളെ ഏച്ചിണ്ട്, ഓവി ഏച്ചിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ഒരു ടെന്റ് കണ്ടിട്ട് കുറേ ദിവസമായി കണ്ടിട്ടേ. എന്നിട്ട് നമ്മൾ പറഞ്ഞ മേടിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ വിട്ടു. അതാ ഓള് പറയുന്നത്, ഇതുവരെ നമ്മൾ മേടിക്കാൻ പോയിട്ടില്ല. അപ്പൊ അതാണ് ഓള് പറയുന്നത്, ബാർബീന്റെ ടെന്റ് കിട്ടാത്തതുകൊണ്ട് ഞാനിത് ടെന്റ് ഈനൊരു നെറ്റ് കൂടെ വിരിച്ചാൽ മതി. ഇതിന് നെറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ടെന്റായി. ഇവിടെ നമുക്ക് കട്ടിലുണ്ടല്ലോ, അതിൽ കിടന്ന പോരെ. എന്തിനാ അല്ലെങ്കിൽ ടെന്റ്? നീ ഒറ്റക്ക് കിടക്കുവോ ടെന്റില്? ടെന്റ് വാങ്ങിച്ചെന്നാല് ഇത് എനിക്ക് തോന്നുന്നു ടെന്റ് കിട്ടാത്ത കൊണ്ടിട്ടില്ലേ സമരം. സമരം കിട്ടുന്നവരെ ഇന്ന് എണീക്കൂല. സമരം എന്ന് പറഞ്ഞാല് ടെന്റ് കിട്ടാൻ വേണ്ടിട്ട് സമരം അതന്നെ കിട്ടുന്നവരെ. ഇതാണ് മേതുവിന്റെ ടെന്റ് ആക്കല്. മേതു ഉപയോഗിക്കുന്ന ടീപ്പോയി മറച്ചു വെച്ച് ടെന്റ് ആക്കുക. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് ഒരാളുണ്ട്. ഞാൻ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടാ. ഞാൻ ഇടുന്നെന്തോ ചെയ്യുന്നതിടക്ക് ഞാൻ പിന്നെ നോക്കുമ്പോണ്ട് ഇവര് മേതൂട്ടി പുതപ്പിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നിക്കുന്നു. ഞാൻ അമ്മമ്മേനെ വിളിച്ചു, ഇതൊന്നും സംഭവം. അന്നേരം അമ്മമ്മ ഓർഡർ ഇതാണ് ഓർഡർ ടെന്റ്. നല്ല ടെന്റായി. മണിപ്രശ്നപ്പെട്ടാ ഇനിയിപ്പോ പറയാൻ പറ്റില്ല. ഇത് ഇവള് ടീപ്പോയി മറിച്ചിട്ടി, അപ്പൊ നീ വലിയ ടേബിളെല്ലാം മറിച്ചിട്ട് ഇതുപോലെ ആക്കുവാ. ശരി തന്നെ. അല്ല പ്രിയ, ഡൈനിങ് ടേബിൾ ആയിരിക്കും ഇവനിപ്പോ ചെറുത് പറ്റൂലല്ല. ഇനിയിപ്പോ ഇവക്ക് നമുക്ക് നിന്റെ ഞാൻ എന്താ പറയുന്ന അറിയാം മേതുട്ടി, നിന്റെ സമരം അവസാനിപ്പിക്കും. നമുക്ക് ടെന്റ് മേടിക്കാനില്ല എന്തെങ്കിലും ഒരു ടെന്റ് കിട്ടുന്നവരെ അവസാനിപ്പിക്കൂല. ചോറ് കിട്ടുന്ന മതി, ടെന്റ് കിട്ടുന്നവരെ ഇവിടെ കിടക്കുന്നു. ഇതാണ് സുഹൃത്തുക്കളെ സമരത്തിന്റെ. ഇതൊരു ഒരുമാതിരി സമരമായി പോയി. ഇത് എല്ലാരോടും പറയാൻ വേണ്ടിട്ടാ നമ്മ ഏതായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതായാലും എല്ലാരും അറിയും, നിന്റെ ഫ്രണ്ട്സും ടീച്ചറും എല്ലാരും അറിയും ടെന്റ് കിട്ടാത്ത സമരം. പ്രശ്നമില്ല അല്ലേ? ചുമയെല്ലാം ഉണ്ട് മേതൂട്ടിക്ക്. ഇന്ന് കാണിച്ചിട്ട് വന്നതേ. മേതൂട്ടിന്റെ ചുമയെല്ലാം വന്നുകൊണ്ട് ഡോക്ടറെല്ലാം പോയി കാണിച്ചു. ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും എന്തോ പറയാനുണ്ട്. ഹലോ 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 ഇവിടെ ഓർമ്മിച്ച് വരുമ്പേക്ക് എന്നൊരു കാര്യം നോക്കട്ടെ. അച്ഛനോട് ഞാൻ 1000 വട്ടം ചോദിച്ചു. അച്ഛനോട് ഞാൻ 1000 വട്ടം ചോദിച്ചു, ടെന്റ് മേടിച്ചോ. മേടിച്ചൊന്നിക്കേ ഇല്ല. എന്തുകൊണ്ടാണ്? മണിയില്ലാത്തോണ്ട്. ഞാൻ വിചാരിച്ചു ഞാനില്ലാത്തോണ്ടാണ്. മണിക്കൂട്ടനില്ലാത്തോണ്ടാണ്. കാശാണ് ഉദ്ദേശിച്ചത്. ഈ ഹോട്ടലിലെ കൂടെ നോക്കിയെന്നാ. ഹോട്ടലിലെ കൂടെ അപ്പൊ നമ്മള് ഒരു സമരം അവസാനിപ്പിച്ചു. നമുക്ക് നാളെ അങ്ങനെ മേടിക്കാം. സമരം അവസാനിപ്പിക്കൂലെന്ന് പറഞ്ഞു. കാരണം കുറെ ആളായി പറ്റിക്കുന്നു. നമ്മള് ഓരോ ദിവസം ഇടുന്ന് പോകുമ്പോ പറയും മേടിക്കാൻ. ഒന്നാമത് നമ്മള് വേറെ കാര്യത്തിന് സമയത്ത് സംസാരിക്കുമ്പോ പ്രിയ പറഞ്ഞു,
അതും സത്യം. ശ്രീനാട്ടം വിചാരിച്ച ചെറിയ വയസ്സില്ല. അപ്പൊ ഞാൻ അമ്മോട് ചോദിച്ചാൽ ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ കേറി അന്വേഷിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ഒരു ഉണ്ട് എന്നാ തോന്നുന്നതേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വെറുതെ ഒരു ടെന്റ് മേടിച്ചിട്ട് എന്തിനാന്നില്ലൊരു. അപ്പൊ ഒരു കാര്യം ചെയ്യാ, നമുക്കില്ലേ ഇവളെ ഇവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇതാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും റൂമിൽ കിടക്കാം. അതാകുമ്പോ നല്ല അയ്യോ എനക്കെന്റെ മോളില്ലാണ്ട് കിടക്കാൻ പറ്റൂല. അപ്പൊ ഇതെടുത്തിട്ട് ബെഡും കിടത്തുവാ. ഇന്ന് ഞാൻ ഇതിന്റെ ഇടക്ക് കയറി കിടക്കും. അതോ ഈ ടെന്റിൽ ഞാനും കിടക്കും. അമ്മമ്മയും പോവായിരിക്കും. ആ അപ്പൊ പിന്നെ ഇനി ഒരു ദിവസം നമുക്ക് ടെന്റ് മേടിച്ചു കൊടുക്കാം കേട്ടോ. മേതൂട്ടി ഏതായാലും സമരെല്ലാം ചെയ്തതല്ലേ, അപ്പൊ ടെന്റ് മേടിച്ചു കൊടുക്കാം. എന്നാ പിന്നെ അവസാനിപ്പിച്ചോ. ടെന്റ് മേടിച്ചു വരുന്ന വീഡിയോയിൽ പറഞ്ഞു. ഇനിയിപ്പോ മേടിച്ചാലെടുക്കാൻ പറ്റില്ല. എല്ലാരും അറിഞ്ഞു. ആ ഇനിയിപ്പം മിഥുന അതിന്റെ അടിയില് ഫുള്ള് സെറ്റപ്പാണ്. ചില്ലറ ഇതൊന്നല്ല. ഇപ്പൊ ഇങ്ങനെയും ടെന്റ് കെട്ടാന്ന് ഒരു പുതിയ അറിവ് കൂടെ. നെറ്റും കൂടി ഇട്ട അടിപൊളി കൊതുകടി ഉള്ളതുകൊണ്ട് കിടക്കാം. കുട്ടികൾക്ക് ഇങ്ങനെയും ടെന്റ് ആക്കാട്ടാ. ഇനിയിപ്പം പുതിയൊരു അറിവ്. ഇത് ഫുള്ള് ഇതാണല്ലേ, രണ്ട് സൈഡ് നോക്കണം നിങ്ങതാ. ഒരു ഭയങ്കര സേഫസ്റ്റ് ആണ്. പക്ഷെ കാല് പുറത്തെത്തും. അത് ചെറിയ കുട്ടികൾക്ക് ഓക്കെയല്ലേ? പിള്ളേർ കുടുങ്ങിപ്പോയി ഉള്ളിൽ ചെറിയ കുട്ടികൾ. ഇതൊന്നും ശ്രീനാട്ടം പറയുന്നത് വിയ്യോമ കുടുങ്ങിപ്പോവും. വിയ്യോമ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും. എനിക്കേതായാലും അപ്പൊ നമുക്ക് ഇനി പറയാം എല്ലാരോടും, എനിക്ക് ടെന്റ് മേടിച്ച് തരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇനി ടെന്റ് മേടിച്ചിട്ട് കാണാൻ പറ. വിശ്വാസം ഇല്ലാത്തോണ്ടമ്മ അങ്ങനെ പറയുന്നത്. ഓക്കെ എന്നാലും.